ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പാസ്ത കൊണ്ട് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം പാസ്തയാണ്. സാധാരണ കിട്ടുന്ന പാസ്തയാണിത്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇത് എല്ലാ കടകളിലും തന്നെ ഈ പാസ്ത ഇപ്പോൾ കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഇനി നമുക്ക് പല ഷേപ്പിലുള്ള പാസ്തകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ടല്ലോ, അതിൽ ഏത് യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. 250 ഗ്രാം പാസ്ത ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിനകത്ത് ഒരു അരപാത്രത്തോളം വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി അധികം വെള്ളം എടുക്കണം. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, പാസ്ത വേവിക്കാൻ നമ്മൾ വേവിക്കുമ്പോൾ അല്പം അധികം വെള്ളത്തിലാണ് വേവിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉപ്പും അല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. പാസ്തയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. പിന്നീട് നമ്മൾ ഉപ്പ് ഇടുന്നില്ല. അപ്പോൾ വേവിക്കുമ്പോൾ തന്നെ അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലതുപോലെ വേവണ്ട. നമ്മൾ വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ അത്രയും വേവിച്ചെടുക്കണ്ട. ഒരു 90% വേവ് വന്നാൽ മതി. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. ശരിക്കും നമുക്ക് ഇങ്ങനെ കടിച്ചു കിടക്കത്തക്ക രീതിയിലുള്ള വേവ്. പതിയെ അതിൻ്റെ കളറൊന്ന് മാറി വരണം. അത്രയും മതി. വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം കിട്ടാനായിട്ട്. നമുക്ക് ഒത്തിരി വെന്ത് പോയാൽ അത് ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ടാണ് വേവ് കുറച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഞാൻ 1 കപ്പ് ആഡ് ചെയ്യാണ്. ഈ കോൺഫ്ലോറും 1 കപ്പ് തന്നെ ആഡ് ചെയ്യാം. ഇത് കുറച്ചധികം ആയി വരും. എക്സസ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. എന്നാലും നമുക്ക് കംപ്ലീറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ആഡ് ചെയ്യുന്നത്. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാസ്തയിൽ എല്ലാ സ്ഥലത്തും അത് എത്തത്തക്ക രീതിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് പൊടി മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്തയിൽ കംപ്ലീറ്റ് കവർ ചെയ്ത് കിട്ടില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എക്സസ് ആയിട്ടുള്ള പൊടി ഒന്ന് മാറ്റിക്കളയണം. അപ്പോൾ നമുക്ക് പാസ്ത മാത്രമായിട്ട് വെളിയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമ്മളിങ്ങ് വാരി എടുത്തു കഴിഞ്ഞാൽ അടിയിൽ ആ പൊടി മാത്രം അവിടെ അവശേഷിച്ചോളും. ഇതുണ്ട്. കംപ്ലീറ്റ് കോട്ടിങ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പൊടി അവിടെ ബാക്കി വന്നിട്ടുണ്ട്. ഒത്തിരി തിക്കായിട്ടുള്ള കോട്ടിങ് അല്ല, ചെറിയൊരു കോട്ടിങ് മതി നമുക്കിതിന്. ഇനി നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാസ്ത എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇതായിട്ട് തിളച്ച് വരും. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം എണ്ണയിലേക്ക് ഇടുമ്പോൾ.
നല്ലതുപോലെ ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. നല്ല ക്രിസ്പിനെസ് നമുക്ക് കൊരുമ്പോൾ തന്നെ അതിനകത്ത് ആ ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. നമുക്ക് ഇതുപോലെ ഒന്ന് കാണിക്കുമ്പോൾ ആ സൗണ്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് വറുത്ത് കഴിഞ്ഞതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാലകളിടാം. കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിട്ട് കൊടുക്കുക. ഞാൻ അളവ് പറയുന്നില്ല, 1 ടീസ്പൂണൊക്കെ മതിയാവും, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്. നമുക്ക് ഇപ്പോൾ എരിവ് അധികം വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് നല്ലോണം ആഡ് ചെയ്യാം. ഇനി ജീരകം പൊടിച്ചതാണിത്. ചാറ്റ് മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എക്സ്ട്രാ ഉള്ളത് ഞാൻ ആ സ്ട്രെയിനർ തന്നെയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ളത് താഴെ കൂടി പോവുകയും ചെയ്തോളൂ. ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ബാക്കി നമ്മൾ മാറ്റി വെച്ച അതിലേക്ക് ഞാൻ അല്പം ഒറിഗാനോ ഇട്ട് കൊടുത്തു. റെഡ് ചില്ലി പൗഡർ, ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് പിസ്സ സീസണിങ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിന് വേറെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ സംസാരിച്ചിരിക്കുമ്പോൾ ഒന്ന് കുറിക്കാനോ ഒക്കെ നല്ല ഒരു രസകരമായ ഒരു സ്നാക്സ് ആണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പാസ്ത സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.